ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അറിയുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠം. ആ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ അറിയാനും ഗ്രഹിക്കാനും അതിൻ്റെ പുറകിൽ മനസ്സുണ്ടെങ്കിലേ അറിയുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ മനസ്സ് അതിനേക്കാൾ ശ്രേഷ്ഠം. ആ മനസ്സിനും അറിഞ്ഞ മേഖലകളിലേക്ക് പോകാൻ പറ്റുള്ളൂ, ചിന്തിക്കാൻ പറ്റുള്ളൂ. ബുദ്ധിക്ക് അതിനേക്കാളും സൂക്ഷ്മമായ മേഖലകളിലേക്ക് കടന്ന് ചിന്തിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് മനസ്സിനേക്കാൾ ശ്രേഷ്ഠം ബുദ്ധി. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ യോ ബുദ്ധേഹേ പരഹ, ഈ ബുദ്ധിക്കും അപ്പുറത്തൊരുവനുണ്ട്. അവനുണ്ടപ്പോൾ മാത്രമേ ഈ ജഡമായ ബുദ്ധിയും ഈ ജഡമായ മനസ്സും ഈ ജഡമായ ഇന്ദ്രിയങ്ങൾ വിഷയഗ്രഹണത്തിനും ശബ്ദാദി വിഷയങ്ങളെ ഗ്രഹിക്കാനും മനസ്സ് വികാരങ്ങളെ ഗ്രഹിക്കുന്നതിനും ബുദ്ധി ചിന്തകളെ വിചാരങ്ങളെ ചിന്തിക്കുന്നതിനും ഒക്കെ പ്രാപ്തമാവുള്ളൂ എന്നർത്ഥം. ഏവം ബുദ്ധേഹേ പരം ബുദ്ധ്വ. ഇങ്ങനെ ബുദ്ധിക്കും അപ്പുറത്തുള്ള അവനെയാണ് സാക്ഷിയെന്നും ആത്മാവെന്നും ഈശ്വരെന്നും ഒക്കെ പറയണത് കേട്ടോ. അവനെ നിരന്തരം സ്മരിക്കണം, അവനിൽ നിലയുറപ്പിക്കണം. ചിത്തത്തിൻ്റെ മനസ്സിൻ്റെ ദൃഷ്ടി, അറ്റൻഷൻ, ശ്രദ്ധ അവനിൽ ഉറപ്പിക്കണം, അവനെ നിരന്തരം ചിന്തിക്കണം. ഏവം ബുദ്ധേഹ പരം, ബുദ്ധിക്കും അതീതമായ ബുദ്ധിക്കും അപ്പുറത്തുള്ള അവനെ ബോധിച്ചിട്ട് അറിഞ്ഞിട്ട് സംസ്തഭ്യ ആത്മാനമാത്മന, ആ സ്മരണയിൽ ഈ മനസ്സിൻ്റെ വിഷയങ്ങളിലേക്കുള്ള കുതിച്ചുപായലിനെ നിയന്ത്രിച്ചിട്ട് ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം എന്ന് പറഞ്ഞു അല്ലേ. ദുരാസതം ജയിക്കാൻ എളുപ്പമൊന്നുമല്ല ഈ വാസനയും ഈ ചിന്തകളെയും കാമനകളെയും. അത്രയും വിഷമുള്ളവനെ അവനിൽ നിലയുറപ്പിച്ചുകൊണ്ട് അവൻ്റെ നിരന്തരമായ സ്മരണയിൽ മാത്രമേ ഇവനെ കൊല്ലാനൊക്കൂ. അങ്ങനെ ഇവനെ കൊല്ലൂ എന്നാണ് പറഞ്ഞത് അല്ലേ. അതാണ് ഇവിടെ പറയണതേ. അതാണ് ആചാര്യൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നത്വം വരം പരിചു കർമ്മവ്യപായമിഹ മധ്യേ ഭവിക്കലും അതില്ലെങ്കിലും കിമപി. ഇഹ എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതം നമ്മൾ നയിക്കുന്ന സമയത്ത് നത്വം എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ ആനന്ദസ്വരൂപം, ഭഗവാൻ സ്വരൂപം അല്ലെങ്കിൽ സത്യസ്വരൂപം, സച്ചിത് ആനന്ദം എന്നല്ലേ പറഞ്ഞത്. ആ സച്ചിദാനന്ദ സ്വരൂപം അഥവാ ഭഗവത് സ്വരൂപം അഥവാ ആത്മസ്വരൂപം അഥവാ നമ്മുടെ സ്വസ്വരൂപം അഥവാ ബ്രഹ്മസ്വരൂപം വരും പരിച് അതെനിക്ക് സാക്ഷാത്കരിക്കുമാറ് അഥവാ ആ അനുഭൂതി എനിക്ക് കൈ വരുമാറ് കർമ്മവ്യപായം, ആ കർമ്മവാസനകളുടെ നിവൃത്തി പൂർണ്ണമായിട്ടും ഭവിക്കലും ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണു. ഇപ്രകാരം ആദ്യം തന്നെ മനസ്സിൽ നിന്ന് ഡംബാദി ദോഷങ്ങൾ ആത്മാർത്ഥതയുള്ള സാധകൻ നീക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ആസനത്തിലിരുന്നു കൊണ്ട് അവനവന് പറ്റിയ സാധനയിൽ ഒന്നിലോ യോഗ സാധനയിലൂടെ അല്ലെങ്കിൽ ഭക്തി സാധനയിലൂടെ അല്ലെങ്കിൽ തത്വവിചാരമാർഗത്തിലൂടെ ഈ സത്യാനുഭൂതിക്ക് വേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർമ്മവ്യപായം ഭവിക്കുമോ ഭവിക്കില്ലയോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ വാസനകളുടെ പരിപൂർണമായ നാശം ഭവിക്കലും അതില്ലെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. ഈ പരിശ്രമത്തിൻ്റെ ഇടയിൽ എപ്പോഴാ ശരീരം വീണു പോകാന്ന് പറയാൻ പറ്റുമോ? നമ്മളിതൊക്കെ കേട്ടു, നമ്മൾ ഇതൊക്കെ ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കിയിട്ട് ധ്യാനിക്കാൻ തുടങ്ങി, സാധനമൊക്കെ പരിശീലിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ പക്ഷേ എന്തെങ്കിലും തടസ്സങ്ങൾ രോഗാദികളെ കൊണ്ടുണ്ടാവാലോ, ഇല്ലെങ്കിൽ പ്രാരബ്ധം കഴിഞ്ഞ് ശരീരം വീണു പോകാലോ ലക്ഷ്യമെത്തണതിന് മുമ്പ്. അതുകൊണ്ട് കർമ്മവ്യപായം, കർമ്മവാസനകളുടെ പരിപൂർണമായ നാശം മീൻസ് വാസനാക്ഷയം പരിപൂർണമായി സംഭവിക്കുമ്പോഴേ ആത്മാനുഭൂതി എനിക്കിപ്പോൾ തന്നെ കൈവരുമോ ഇല്ലയോ എനിക്കറിയാൻ കഴിയില്ല. ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി തത്വാദിയിൽ പരമുദിച്ചൊരു ബോധം അത് ചിത്തേ വരേണ്ടതിഹ. പരമമായ സത്യം അവിടുന്നാണ്, ഈ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ അതീതമായിട്ടുള്ളതായ പരമ്പൊരുളാണ് എന്നുള്ളതായ ആ ബോധം, ആ ഒരു അറിവ് എൻ്റെ ബുദ്ധിയിൽ നിന്ന് മറയാണ്ടിരിക്കണം. അത് ആ ബോധം നമുക്കുണ്ടെങ്കിൽ ഒരുപക്ഷേ വാസനകളെ പ്രബലമായ വാസനകളാൽ പ്രേരിതമായിട്ട് വീണ്ടും മനസ്സ് വിഷയങ്ങളിലേക്ക് പോയാലും തത്വം ഇതാണെന്ന് ബോധമുണ്ടെങ്കിൽ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരാം. ഇല്ലെങ്കിലോ ഈ പോയ പോക്കി തന്നെ പോകുന്നർത്ഥം അല്ലേ. അവൻ്റെ അവസ്ഥ എന്താ? അവൻ്റെ അവസ്ഥ പറഞ്ഞു ഇന്ദ്രിയാണാം ഹിതരതാം യന്മനോ അനുവിധീയതേ തതസ്യ ഹരതി പ്രജ്ഞാം വായുഹോ നാവമിവ അംബസി. വിഷയങ്ങളുടെ പുറകെ ഇന്ദ്രിയം, അതിൻ്റെ പുറകെ മനസ്സ്, അതിൻ്റെ പുറകെ ബുദ്ധി. അങ്ങോട്ട് പോകണമെങ്കിലോ അത് അങ്ങോട്ട് പോയി കൊടും കാറ്റത്ത് കടലിൽപ്പെട്ട തോണിയിൽ യാത്ര ചെയ്യുന്നവൻ്റെ സ്ഥിതി എന്നർത്ഥം. നോക്കൂ, ഈ പറയണതൊക്കെ നമുക്ക് സംഭവിക്കാറില്ലേ? നമ്മുടെ മനസ്സിന് ഇതൊക്കെ അറിയാം. നമുക്ക് വേദാന്തശാസ്ത്രങ്ങളുടെ സത്സംഗത്തിലൊക്കെ പങ്കെടുത്തവർക്ക് കട്ട പറയട്ടെ, ഇതൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവരുടെ കഥയല്ല പറയണത്. നിങ്ങളൊക്കെ ഓരോ ശ്രവണം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിപരമായിട്ട് അറിയാം. എന്നിട്ട് നമ്മൾ പരിശ്രമിക്കണു, എന്നാലും ഇടയ്ക്ക് നമ്മുടെ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകണു. അറിയാട്ടും വിഷയ വിചാരങ്ങളിൽ കെട്ടിമറിഞ്ഞു പോണു.
അതുകൊണ്ടല്ലേ ചിലപ്പോൾ നമുക്ക് തോന്നാറില്ല, അയ്യോ വേണ്ടിയിരുന്നില്ല സ്വാമി, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് തോന്നണേ, എന്നിട്ട് കുറ്റബോധമുണ്ട്, എന്താ ചെയ്യുക? കുറ്റബോധം എന്തായാലും വേണ്ട, അറിയണ്ടല്ലോ, ആദ്യ സ്റ്റേജ് അറിഞ്ഞിരുന്നില്ല. അപ്പം നോക്കൂ, ഒരു സ്റ്റേജിൽ നമ്മളെ തത്വബോധം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് അതിൻ്റെ പുറകെ അങ്ങനെ പോവും, പിന്നെ പോകില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഈ തത്വം സത്യം ഇതാണെന്നുള്ള ഒരു ബോധം ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അപകടം കാണിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേണ്ടാത്തത് കണ്ടോ കേട്ടോ അനുഭവിച്ച് കഴിയുമ്പോൾ ഒരു കുറ്റബോധം തിരിച്ചറിവുണ്ടാവണം. ഓ, ഇതല്ലല്ലോ എൻ്റെ ലക്ഷ്യം, ഞാൻ പതിച്ചു പോയില്ലോ, കീഴ്പോട്ട് പോയില്ലോ എന്ന്. ഈ തത്വബോധം, ഈ സത്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഉൾക്കാഴ്ച, എൻ്റെ ചിത്തേ വരേണ്ടതിഹ, എന്നെ വിട്ടുപോകരുതേ, എന്നും എന്നുള്ളിൽ നിലനിൽക്കണമേ. അത് ഈ ശരീരം പോയാലും അത് ഗുണാവും. ആ സൂക്ഷ്മ ശരീരത്തിൽ ഞാനുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അത് ഗുണാവും, ഒരിക്കലും നഷ്ടം വരാൻ പോണില്ല. അതുകൊണ്ട് ഈ ശ്രവണത്തിന് ഇത്രയും മഹാത്മ്യട്ടോ. സാക്ഷാത്കാരം കൈവരിച്ചോ ഇല്ല, അത് വേറെ കാര്യം. ഇതാണ് സാക്ഷാത്കരിക്കേണ്ടത്, ഇതാണ് സത്യം, ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതാണ് ഭഗവത് സ്വരൂപം എന്നുള്ളത് വ്യക്തമായി ബുദ്ധിക്ക് ബോധ്യം വന്നുവോ, അത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. പലർക്കും ഇതില്ല. ഇതുണ്ടെങ്കിലല്ലേ നമുക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറയണത്, ഞാൻ ഈ ലോകത്തിലെ എന്നെ കൊണ്ടാവും പോലെയൊക്കെ കാമക്രോധാദികളെയൊക്കെ മാറ്റി ഭഗവത് ധ്യാനത്തിന് വേണ്ടി പരിശ്രമിക്കാം പ്രഭു, അവിടുത്തെ കൃപ കൊണ്ട്. അങ്ങനെ പരിശ്രമിക്കുന്ന സമയത്ത് എനിക്ക് ആ ബ്രഹ്മാനുഭൂതി കൈവരണം, അതാ ഞാൻ മോഹിക്കണത്. പക്ഷേ അതിന് വാസനകളുടെ നാശം സംഭവിക്കണ്ടേ? അത് സംഭവിക്കട്ടെ, സംഭവിക്കാണ്ടിരിക്കട്ടെ. അത് മധ്യേ കർമ്മവ്യപായം, കർമ്മവാസനകളെ ക്ഷയം ഭവിക്കലും അതില്ലെങ്കിലും, ഭവിക്കട്ടെ ഭവിക്കാണ്ടിരിക്കട്ടെ, അത് നമ്മുടെ കയ്യിലല്ലല്ലോ. അതുകൊണ്ടാണ് അത് അർജുനനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, എപ്പോഴാ എനിക്ക് കിട്ടുക എന്നൊക്കെ അർജുനൻ ചോദിക്കണില്ലേ, പറഞ്ഞു സകാലേനേഹ, കാലം കൊണ്ടുണ്ടാവും, ഇന്ന സമയത്തൊന്നും പറയാൻ പറ്റില്ല, അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് നേരത്തെ ഇന്നലത്തെ കുറേ കഥകൾ പറഞ്ഞില്ലേ, ഭഗവാനെ ഈ ഖഡ്വാങ്ങനെ ഒരു നിമിഷം ഒരു മുഹൂർത്തം കൊണ്ട് കൊടുത്തു നീ ഗതി. ഇന്ദ്രദ്യുമ്നൻ ആ ജന്മത്തിലും ഇല്ല, പിന്നെ ആനയാക്കിയിട്ട് 1000 വർഷം ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടാണ് കൊടുത്തത്. എന്തേ? ചിലപ്പറമ്പിന് ഒരു നമസ്കാരം കൊണ്ട് കൊടുത്തു, പരീക്ഷന് ഒരാഴ്ച കൊണ്ട് കൊടുത്തു അല്ലേ? പിങ്കളയ്ക്ക് ആ മഹാത്മാവിൻ്റെ ശരീരത്തിൽ തട്ടിയ ആ കാറ്റേറ്റു, ആ നിമിഷം കൊണ്ടൊരു വിവേകോദയം അല്ലേ, വിരക്തി വന്നു, ആ നിമിഷം കിട്ടി. ഈ കഥയൊക്കെ എന്തിനാ പറഞ്ഞത്? ആരുടെ കുഴപ്പം കൊണ്ടാ? വാസനയുടെ പ്രബലതയാണത് കേട്ടോ. ആ വാസന എത്ര പ്രബലമായി ശക്തമായി ഉണ്ട് നമുക്കറിയാൻ പറ്റുമോ? ഈ ശരീരം എടുത്തിട്ട് നമുക്ക് എത്ര വയസ്സായി ഇപ്പോൾ നമുക്ക് നിശ്ചയമുണ്ട്, അതാണ് വ്യവഹാരത്തിലുള്ള വയസ്സ്, ഏജ്. പക്ഷേ സൂക്ഷ്മ ശരീരത്തിൻ്റെ വയസ്സ് എത്ര അറിയോ? ആ സൂക്ഷ്മ ശരീരത്തിലല്ലേ എല്ലാം പ്രോഗ്രാം ചെയ്തു വെച്ചേക്കണേ, ആ സോഫ്റ്റ്വെയർ. അത് എത്രയോ പഴക്കമുള്ളതാ. അത് എത്ര വാസനകൾ ഏതെല്ലാം കാലങ്ങളിലുണ്ടെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. അത് എപ്പോൾ ഏത് എങ്ങനെ കയറി വരുന്നു നമുക്ക് അറിയില്ല, ഒരു കൺട്രോളും ഇല്ല. ഇതൊക്കെയാണ് ഇവിടെ സ്മരിക്കണത് കേട്ടോ. അപ്പം ആയിരക്കണക്കിന് കാലം ആ ആനയെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടേ മുക്തി കൊടുത്തുള്ളൂ വെച്ചാൽ അത്ര അധികം ഉണ്ടായിരുന്നു വാസന എന്ന് മനസ്സിലാക്കണം. ഇതാണ്. മറ്റേ ആൾക്കോ വാസന തീർന്നു, പശ്ചാത്താപത്തോട് ഒറ്റ നമസ്കാരം കഴിഞ്ഞു, ചില പറഞ്ഞ അപ്പം കിട്ടി, ഒരു നമസ്കാരം കൊണ്ട് കൊടുത്തു. പരീക്ഷത്തിന് 7 ദിവസം കേട്ടപ്പോഴേക്കും ആ വാസന ക്ഷയിച്ചു, തത്വബോധം വന്നു, ആത്മബോധം ഉണ്ടായി. ഇപ്പം നമ്മുടെ സ്ഥിതിയിൽ നമുക്ക് പലർക്കും അറിയാൻ പറ്റും ഇപ്പം എത്ര ഉണ്ടെന്ന്, എത്രയാ സമ്പാദ്യം എന്ന്. ബാലൻസേ അറിയില്ല. അതുകൊണ്ട് അത് ഭഗവാന് വിട്ടുകൊടുക്കുക. ഭഗവാനെ അത് വരട്ടെ, വരാണ്ടിരിക്കട്ടെ, ഞാൻ ഭഗവാനെ എൻ്റെ അവിടുത്തെ സാക്ഷാത്കാരം എൻ്റെ ലക്ഷ്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ സാധനം തുടരുന്നു. എനിക്കിത് എപ്പോൾ കിട്ടും അതിനെക്കുറിച്ച് ഞാൻ ബോധേടല്ല, അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ടാത്ത. ആ സാക്ഷാത്കാരം എപ്പോൾ സംഭവിക്കട്ടെ, സംഭവിക്കാണ്ടിരിക്കട്ടെ, ഞാൻ അവിടുത്തെ മറക്കാനിടവരരുത്, ഞാൻ ആ ലക്ഷ്യം മറക്കാനിടവരരുത്. അത് വന്നാൽ തന്നെ ഞാൻ രക്ഷപ്പെട്ടു. അതുതന്നെയാണ് ഭക്തനും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ എന്തൊക്കെ വരട്ടെ, എനിക്ക് ജീവിതത്തിലെ അനുഭവങ്ങൾ, കഷ്ടപ്പാടോ ക്ലേശോ ദുരിതോ ആപത്തോ എന്തോ വരട്ടെ, അവിസ്മൃതിസ്ത്വച്ചരണാരവിന്ദേ ഭവേ ഭവേ മേസ്തു ഭവൽ പ്രസാദാത്. അവിടുത്തെ കൃപ കൊണ്ട് എനിക്ക് ഒന്ന് മാത്രം ഉണ്ടാവണം. ഏതാപത്തിൽപ്പെട്ടു പോയാലും, ഏത് സങ്കടത്തിൽപ്പെട്ടു പോയാലും, ഞാൻ എങ്ങനെ കീഴ്പോട്ട് അതപ്പതിച്ച് പോയാലും ആ പോണയിടത്തൊക്കെ നിന്റെ ഓർമ്മയുണ്ടാവണം, എന്നാൽ ഞാൻ രക്ഷപ്പെടും. രണ്ടൊന്നും ഇനിയാ, ഒന്ന് ഭക്തൻ്റെ ഭാഷയിൽ പറഞ്ഞു, ഒന്ന് തത്വവിചാരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു. മനസ്സിലായോ? അവിടുത്തെ സ്മരണ ഉണ്ടെങ്കിലോ ഇതൊന്നും എനിക്കൊരു ബാധകമല്ല എന്നർത്ഥം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി, നാരായണായ നമ.
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. 45-ാമത്തെ പദ്യം. തത്വാർത്ഥമിത്തമഖിലത്തിന്നുമുണ്ടുബദ ശബ്ദങ്ങളുള്ളിൽ വിലസിടുന്നു പാർക്കിലഥ മുക്തിക്കു കാരണമതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരി നാരായണായ നമാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. തത്വാർത്ഥം ഇത്തം അഖിലത്തിനുമുണ്ട് ബദ. പറയണു, പാർക്കിൽ ഓർക്കിൽ പാർക്കിൽ നിരൂപിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് രാമായണത്തിലും ഇതിലൊക്കെ പഴയ ആചാര്യന്മാർ പറയുക. ഓർക്കിൽ ആലോചിച്ച് നോക്കിയാൽ, പാർക്കിൽ ആലോചിച്ച് നോക്കിയാൽ, ചിന്തിച്ചു നോക്കിയാൽ, വിചാരം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തത്വാർത്ഥം, തത്വത്തിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ 96 തത്വങ്ങളെ കണ്ടു കഴിഞ്ഞു. ഈ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ അനുഗ്രഹിക്കണമെന്ന് ഇതിനു മുമ്പും പറഞ്ഞു. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ ഏതൊരു ഭഗവാനെ പ്രതിപാദിക്കുകയാണോ ആ ഭഗവത് സ്വരൂപത്തിലത്തെ ഈ തത്വങ്ങളാൽ മറയപ്പെട്ടിരിക്കണു. ആ തത്വങ്ങളിൽ കുടികൊണ്ട് ഈ തത്വങ്ങൾക്കും കാരണമായി ഈ തത്വങ്ങളുടെ രൂപത്തിൽ സമസ്ത ജഗത്തുമായിരിക്കുന്ന ആ പ്രഭുവിന് നമസ്കാരം ആദ്യം ചെയ്തു, അല്ലേ? ആ പരമാത്മ ഭഗവാനാണല്ലോ ഈ 96 തത്വങ്ങളായി ഈ ജഗത്തായിട്ടിരിക്കുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചില്ലേ. അപ്പോൾ ഈ തത്വത്തിൻ്റെ അർത്ഥം എന്താ? തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ താല്പര്യം ഭഗവാൻ, പരമാത്മ ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ പാർത്തു നോക്കിക്കഴിഞ്ഞാൽ അഖിലത്തിലുമുണ്ട്. ഇത്തം ഇപ്രകാരം അഖിലത്തിലും എല്ലാത്തിലും പാർക്കിൽ ആലോചിച്ച് നോക്കിയാൽ തത്വാർത്ഥം ഉണ്ട്. തത്വാർത്ഥം ഉണ്ട് വെച്ചാൽ ഭഗവാൻ ഉണ്ടെന്നർത്ഥം. ആലോചിച്ച് നോക്കിയാൽ ഏതിലാ ഭഗവാൻ ഇല്ലാത്തത്? എവിടെയാ ഭഗവാൻ ഇല്ലാത്തത്? പ്രഹ്ലാദനോട് ചോദിച്ചില്ലേ, എൻ്റെ ദൈവം, എൻ്റെ വിഷ്ണു എവിടെ? പ്രഹ്ലാദന് എവിടെയായി ഇല്ലാത്തതെന്ന് കാണാനാ വിഷമം. സർവത്ര എന്ന് പറഞ്ഞു. സർവവും സർവത്രയും ആ ഭഗവാനില. കാലവും ദേശവും വസ്തു പ്രപഞ്ചവും മുഴുവൻ നിലനിൽക്കുന്നത് ആ ഭഗവാനിലല്ലേ. സമസ്തത്തിനും എക്സിസ്റ്റൻസ് കൊടുക്കുന്നത്, ഉണ്മ കൊടുക്കുന്നത്, നിലനിൽപ്പ് കൊടുക്കുന്നത് ആരാ? കാലത്തെയും ദേശത്തെയും പ്രപഞ്ചത്തെയും ബോധിച്ചു കൊണ്ടിരിക്കുന്ന ബോധസ്വരൂപിയായ പ്രഭു. ഇല്ലാത്ത വസ്തുവോ ഇടമോ ഉണ്ടോ? സമസ്ത ജീവജാലങ്ങളിലും ഇല്ലേ? എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ട് ബോധിച്ചുകൊണ്ട് ബോധസ്വരൂപമായി സമസ്ത വസ്തുക്കളിലുമില്ലേ ഉണ്മയായി നിലനിൽപ്പായി. അതുകൊണ്ട് ഇത്തം പാർക്കിൽ ഇങ്ങനെ നമ്മൾ വിചാരിച്ചു നോക്കുകയാണെങ്കിൽ അഖിലത്തിനും എല്ലാത്തിലും അഥവാ എല്ലാത്തിനും തത്വാർത്ഥമുണ്ട്. ആ തത്വത്തിൻ്റെ അർത്ഥമായ പരമാത്മ പ്രഭു എല്ലാത്തിലും നിറഞ്ഞു നിൽക്കേണ്ട അത്രയും അർത്ഥം. ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു. അപ്പോൾ ഗുരുക്കന്മാർ ഈ തത്വങ്ങളിലൂടെ ഏതൊരു ഭഗവാനെയാണോ ചൂണ്ടിക്കാണിച്ച് നമുക്ക് തന്നത് ആ പ്രഭു ഈ ജഗത്തിൽ മുഴുവനുമുണ്ട് എന്നർത്ഥം. ജഗന്നിവാസം എന്ന് ഈശ്വരന് പേര്, അല്ലേ? ജഗത്തിൽ മുഴുവൻ വസിക്കുന്നവൻ ഒരർത്ഥം. ജഗത്ത് യാതൊരുവനിൽ വസിക്കുന്നുവോ എന്ന് മറ്റൊരർത്ഥം. അവനില്ലെങ്കിൽ ജഗത്തില്ല. ഇങ്ങനെയാ ഭഗവാന്റെ ആ പ്രപഞ്ചവും ഭഗവാൻ തമ്മിലുള്ള ബന്ധം. അപ്പം ഇതെല്ലാം ഈ ജഗത്ത് മുഴുവൻ അവനിലാണ്, ആ ജഗന്നിവാസനിലാണ്. എന്നിട്ട് പറയണോ ബദ. ആശ്ചര്യസൂചകമാണ് ഈ ബദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഷ്ടം. ഇങ്ങനെ ഭഗവാനിലാണ് ഈ ജഗത്ത് മുഴുവൻ നിൽക്കുന്നത്. ഈ ജഗത്ത് മുഴുവൻ ജഗന്നിവാസനിലാണ്. ആ ജഗത്തിൽ മുഴുവൻ ജഗന്നിവാസൻ ഉണ്ട് താനും, ജഗന്നാഥൻ ഉണ്ട് താനും. എന്നിട്ടും ബദ, മൂക്കത്ത് വരച്ച് കഷ്ടം. എന്താ? നമ്മളാരും കാണുന്നു അറിയണില്ല. അത് തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ കാണപ്പെടുന്ന വസ്തുക്കളിലും ജീവജാലങ്ങളിലും ഉണ്ട്. കഷ്ടം അറിയുന്നില്ലല്ലോ ജനം. എള്ളിൽ എണ്ണ കണക്കേ ഭഗവാൻ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ടും കഷ്ടം അറിയാൻ കഴിയുന്നില്ല. ആരും അവനെ അറിയണില്ലല്ലോ എന്നറിയാം. ഗീതയിലും ഭഗവാൻ പറഞ്ഞു മയാ തതം ഇതം സർവം ജഗത്, അല്ലേ? ഈ സമസ്ത ജഗത്തും എന്നാൽ വ്യാപ്തമാണെന്നർത്ഥം.
പക്ഷെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. അവ്യക്തമൂർത്തിന, വ്യക്തരൂപായ ദേഹകാലങ്ങളാൽ പരിമിതമായി, സർവ്വവ്യാപകതയില്ലാണ്ടായി. അതുകൊണ്ട് സർവ്വവ്യാപിയായ ഞാൻ, സർവ്വവ്യാപിക്ക് രൂപം ഉണ്ടാകാൻ പറ്റില്ല. ആകാശമാകുമ്പോൾ തന്നെ അതിന് സൂക്ഷ്മമാണ്, രൂപമില്ല. അപ്പം ആകാശത്തിനും കാരണമായിരിക്കുന്ന പ്രഭു ഏതസ്മാത് ആത്മനഃ ആകാശ സംഭൂത എന്ന്, ആ പരമാത്മസ്വരൂപൻ നിന്നാണ് ആകാശം ഉണ്ടായത്. ആകാശത്തിൽ നിന്ന് വായു, ആകാശാത് വായു, വായോരഗ്നി, അഗ്നി, അഗ്നേഹ ജലം, അതിൽ നിന്ന് തോയം, അതിൽ നിന്ന് പിന്നെ പൃഥ്വി, ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആകാശം അവനിൽ നിന്നുണ്ടായി നത്തം. ഏതസ്മാത് ആത്മനഃ ആകാശ സംഭൂത, ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാവഹ, അദ്ഭ്യ പൃഥിവീ, പൃഥിവ്യാമോഷധയ, ഓഷധീഭ്യോ അന്നം, അന്നാത് പുരുഷ. ജീവജാലങ്ങളൊക്കെ ആ സൃഷ്ടിയെ പറയുമ്പോൾ വേദം പറയണത് അങ്ങനെയാണ്. അതുകൊണ്ട് അവിടുന്ന് സൂക്ഷ്മരൂപത്തിൽ സർവത്രയും വ്യാപിച്ചിരിക്കുന്നു. ആകാശത്തിൽ നിൽക്കുന്ന ഏത് വസ്തുവിനെയും ആകാശം പൊതിഞ്ഞുണ്ടല്ലോ അല്ലേ? ഈ പ്രപഞ്ചം മുഴുവനും ആകാശത്താൽ വ്യാപ്തമാണ് എന്നർത്ഥം. ആകാശമടങ്ങുന്ന പ്രപഞ്ചമോ പ്രഭുവിനാൽ വ്യാപ്തം, പരമാത്മാവിനാൽ വ്യാപ്തമാണ്. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി. എല്ലാം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നില്ല. നജാഹം തേഷു അവസ്ഥിത. എന്നാൽ ഞാൻ അവയിലുണ്ടോ? അവയുടെ ജനനമരണങ്ങൾ, അതായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ എന്നിൽ നടക്കുക. പ്രപഞ്ചത്തിൻ്റെ നാശം എന്നെ ബാധിക്കുന്നില്ല, പ്രഭുവിനെ ബാധിക്കുന്നില്ല. പ്രഭു നിത്യനായി നിലനിൽക്കുന്നു. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ എല്ലാത്തിലും ഉണ്ടത്രേ നത്തം, എല്ലാം ഭഗവാനിലാണ്. ഇതന്നെ ഈശാവാസ്യമിതം സർവം എന്ന് പറയണതിൻ്റെയും ഒക്കെ താല്പര്യം നത്തം. അതവിടെ ആലോചിച്ച് നോക്കിയാൽ ഇത് മനസ്സിലാകും. ഈ തത്വാർത്ഥമായ പരമാത്മ ഭഗവാൻ, പരബ്രഹ്മം ശബ്ദങ്ങളുള്ളിൽ വിലസുന്നു, ശബ്ദങ്ങളുടെ ഉള്ളിൽ വിലസുന്നു, അതായത് പ്രകാശിക്കുന്നു അർത്ഥം. ഏത് ശബ്ദങ്ങളുടെ ഉള്ളിലാ? ശബ്ദ സ്വരൂപമാണ് വേദം. ഈശ്വരനെ എങ്ങനെ അറിയും? വേദൈഹി അനേകൈഹി അഹമേവ വേദ്യഃ. വേദങ്ങളാൽ, എല്ലാ വേദങ്ങളാലും, എല്ലാ അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഭഗവാൻ ഏകൻ. പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ സത്യത്തെ, ദൈവത്തെ, പല പേരാ ദൈവത്തിന് ഓരോ മതവിശ്വാസങ്ങൾ കൽപ്പിക്കുന്നു എന്നല്ലാണ്ട് എല്ലാത്തിലും പ്രതിപാദിക്കുന്നത് ആ സത്യത്തെക്കുറിച്ചിട്ടല്ലേ? അതിലൊക്കെ സബ്ജക്റ്റ് മാറ്റർ, വിഷയം എന്താ? പരമാത്മാ. അപ്പം ശബ്ദങ്ങളുള്ളിൽ വിലസുന്നു. ശബ്ദരൂപമല്ലേ, ശബ്ദമയമാണ് വേദം എന്നർത്ഥം. ഇങ്ങനെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഈ വേദത്തിലൂടെ അറിയേണ്ടവനും അവൻ. ശബ്ദരാശികളാണ്, ശബ്ദമില്ലെങ്കിൽ ഇല്ല. ശബ്ദങ്ങൾ ആണ് ശബ്ദരാശികൾ. ശബ്ദങ്ങൾ, ശബ്ദം, നാദം, പിന്നെ ശബ്ദം, അത് പിന്നെ പദങ്ങൾ, വാക്യങ്ങൾ, അങ്ങനെയായി പിന്നെ വേദങ്ങളായി, ശാസ്ത്രങ്ങളായി, ഉപനിഷത്തുക്കളായി, ഗീതകളായി എല്ലാമായി തീരുന്നു. അതെ, ആ സത്യസ്വരൂപനെ കണ്ടെത്താനുള്ള വഴി എന്താ? ശബ്ദമാണത്രേ നർത്ഥം. അതിലേറ്റവും യോഗ്യമായ ശബ്ദമാണ്, സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിരിക്കണം. ഓംകാര ശബ്ദത്തോളം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മെഡിറ്റേഷന് പറ്റിയ ഒരു വേർഡില്ല എന്ന്. ഇന്ന് ആരെയും ഒരു സയൻറ്റിസ്റ്റ് എന്നോട് പറയായിരുന്നു, ക്ലാസ് കഴിഞ്ഞ് താനും പറയും, ആരും ഇതിനെ ഡിസ്കഷൻ ചെയ്യും, എനിക്ക് സയൻസൊന്നും അറിയില്ലേ പറഞ്ഞു. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ എത്ര പറയണത്? അപ്പോൾ മെഡിറ്റേഷന് ബെസ്റ്റ് വേർഡ് ഓമാണ് അത്രയും അർത്ഥം. എത്രയോ ശബ്ദങ്ങളുണ്ട് ഇവിടെ ഇല്ലേ? അതുകൊണ്ടാ എങ്ങനെയാ? ഓങ്കാരശ്ച അധശബ്ദശ്ച ദ്വാവേദൗ ബ്രഹ്മണപുര. ആദ്യം തന്നെ ആ ബ്രഹ്മാദിയിൽ നിന്ന്, ധമാദിയിൽ നിന്ന് ഉണർന്ന ബ്രഹ്മാദിയിൽ നിന്ന് പുറത്തു വന്നത് ഓംകാരമാണ്, പിന്നെ അധശബ്ദവുമാണ് അത്രേ. അതുകൊണ്ട് ഓം പരബ്രഹ്മവാചകമാണ്, പരമാത്മാവിൻ്റെ പ്രതീകമാണ്. അധയും അതേനർത്ഥം, മംഗളവാചകമാണ്. തസ്മാത് മാംഗളികാവുഭൗ. അതുകൊണ്ട് മംഗളസൂചകമായിട്ട്, മംഗളവാചകമായിട്ട് ഈ രണ്ട് ശബ്ദത്തെയും കണക്കാക്കണു. മംഗളസ്വരൂപനാരാ? പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ. ആ ഭഗവത് പ്രതീകമായതുകൊണ്ട് അതിനങ്ങനെ പറഞ്ഞിരിക്കുന്നു അത്രയും അർത്ഥം. അപ്പോൾ ഈ ശബ്ദത്തിലൂടെ നമ്മൾ അന്വേഷിച്ച് എന്നാൽ ഭഗവാനെ നമുക്ക് കണ്ടെത്താം. അതുകൊണ്ട് പറഞ്ഞു ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു. ശബ്ദങ്ങളുടെ ഉള്ളിൽ അവിടെ നിന്ന് വിലസുന്നു. ഒരു ശബ്ദത്തിനർത്ഥം വേദം, ശബ്ദമയമായ വേദം. ഈ ശബ്ദത്തിലൂടെ തന്നെ ഭഗവാനെ എത്താൻ കഴിയുക. നാം കണ്ടുവല്ലോ. ഈ ശബ്ദം പുറപ്പെടുന്ന എവിടുന്ന ആലോചിച്ച് നോക്കൂ. ശബ്ദങ്ങൾ പുറപ്പെടുന്നത് ഉള്ളിലെ ആ ബോധസ്വരൂപനായ ഈശ്വരന ആണ്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി, ഇങ്ങനെയല്ലേ ആ വാക്ക് ശബ്ദത്തിൻ്റെ പ്രകടനം. അത് പരാ എന്ന് പറയുമ്പോൾ പരമാത്മ തന്നെയാണ്, പരാശക്തി തന്നെയാണ്.
അവിടെ നിന്നാണ് ചലനമുണ്ടായിട്ട് ക്രമത്തിൽ അത് നാം ഇന്ന് ഉച്ചരിക്കുന്നതും കേൾക്കുന്നതുമായ വൈഖരീനാദമായിട്ട്, വൈഖരീ ശബ്ദമായിട്ട് പുറപ്പെടുന്നതേ. അപ്പം ഈ വൈഖരിയിലൂടെ നാം തിരിച്ച് ഈ ശബ്ദത്തിൻ്റെ ഉറവിടത്തിലേക്ക് അന്വേഷിച്ചു പോയാൽ നമ്മൾ എവിടെയാ? ഭഗവാനില്, പരമാത്മാവില്, പരാശക്തിയില്. ഇതാണ് നാദബ്രഹ്മം എന്നൊക്കെ പറയല്ലേ, നാദബ്രഹ്മോപാസന, നാദോപാസന എന്നൊക്കെ. ഓ ഉച്ചരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് വൈഖരി ശബ്ദം. അതിലൂടെ നമ്മുടെ ശ്രദ്ധയെ, അറ്റൻഷനെ അതിൽ കേന്ദ്രീകരിച്ചു. സ്ലോലി ആഴത്തിലേക്ക് ആ ശബ്ദം എവിടെ നിന്ന് പുറപ്പെട്ടുവോ അത് വിലയിക്കുന്നിടത്ത് പുറപ്പെട്ടതും നിശബ്ദതയിൽ നിന്ന് വിലയിക്കണം നിശബ്ദതയിൽ. അത് വിലയിക്കുന്നിടം വാസ്തവത്തിൽ അതിൻ്റെ ഉറവിടമാണ്. പരാഭാവത്തിലെത്തും, പരാശക്തിയിൽ അല്ലെങ്കിൽ പരബ്രഹ്മത്തിലെത്തിച്ചേരും. അതുകൊണ്ട് ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു. അപ്പോൾ ഈ ശബ്ദത്തിലൂടെ, ഓങ്കാരത്തിലൂടെ നമുക്ക് അന്വേഷിച്ചാൽ അവിടത്തെ കണ്ടെത്താം എന്നർത്ഥം. പ്രക്രിയ നാം ഇന്നലെ ചെയ്തു അല്ലേ? ഓങ്കാരം ശബ്ദിച്ച് എങ്ങനെയാണ് അതിനെ ധ്യാനത്തിലേക്ക് നയിക്കേണ്ടതെന്നുള്ളതർത്ഥം. ശബ്ദബ്രഹ്മം, പരബ്രഹ്മം. ഇങ്ങനെ എനിക്ക് 2 ശരീരമുണ്ട് എന്ന് ഭഗവാൻ പറയും. സംഘർഷണമൂർത്തിയായ ഭഗവാനെ ഭജിച്ചു വളരെ കാലം ചിത്രകേതു എന്ന മഹാരാജാവ് ഭക്തൻ. നാരദ ഉപദേശപ്രകാരം ഭാഗവത്തിൽ ഇത് വരും. അങ്ങനെ ചിത്രകേതു ഭജിച്ച് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് പറഞ്ഞു, ശബ്ദബ്രഹ്മ പരബ്രഹ്മ, ഇങ്ങനെ 2 തനു, 2 ശരീരം എനിക്കുണ്ട് പറഞ്ഞു. ശബ്ദബ്രഹ്മമാണ് വേദം. അതാണ് അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞതെന്നർത്ഥം. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൂടെ വെളിവാക്കുന്നവനർത്ഥം. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടു ശങ്കാരനാഥമിവ യോഗീന്ദ്രരുള്ളിൽ. ശങ്കാരനാഥം പോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഓങ്കാരനാഥമാണ് പറഞ്ഞു. അനാഹതധ്വനിയായിട്ട്, അനാഹതനാഥമായിട്ട് യോഗികൾ ഹൃദയത്തിൽ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അതെ. അപ്പം ശബ്ദങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഭൂ, ശബ്ദങ്ങൾ എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. ബ്രഹ്മരൂപിയായ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. അനാഹതധ്വനിയായിട്ട് ഇവിടെ ഉണ്ട്. മാത്രമല്ല ബോധസ്വരൂപനായിട്ടുണ്ട്, പരമാത്മതത്വമായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു പ്രഭു. ആ ശബ്ദങ്ങളിലൂടെ സൂചിപ്പിക്കുന്ന പ്രഭു സർവ്വത്തരുടെ ഉള്ളിലും ഇരിക്കുന്നു. അങ്ങനെ ഇങ്ങോട്ടും ആവാന്നർത്ഥം. അകവും പുറവും നിറഞ്ഞിരിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട് സദാ. പക്ഷേ നമ്മുടെ മനസ്സ് അത്രയ്ക്ക് സൂക്ഷ്മമാകുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. യോഗികൾ ധ്യാനത്തിൽ അത് കേൾക്കുന്നു എന്നാണ്. നമ്മുടെ മനസ്സ് ഇവിടെ ബിസിയാണ്, ഈ ബാഹ്യമായ കാര്യങ്ങളിൽ ആസക്തരാണ്. അതിൽ എന്താ പറയുക, നമ്മളിവിടെ ഇൻട്രസ്റ്റഡായി കിടക്കുക, ഇതിൽ എൻഗേജഡാണ്, ഫുള്ളി എൻഗേജ്. പിന്നെ എങ്ങനെയാണ് അത് കേൾക്കുക? മനസ്സ് കൂടുതൽ കൂടുതൽ ശാന്തവും ശുദ്ധവും സൂക്ഷ്മവുമാവും തോറും കേൾക്കാം. വേണുഗാനമൊക്കെ കേൾക്കുന്ന ഇന്നലെ പറഞ്ഞില്ലേ, ഡക്ക, മൃദംഗം, കടി, ഇങ്ങനെ തുടങ്ങുന്ന ശബ്ദങ്ങളൊക്കെ യോഗികൾ കേൾക്കുന്നു എന്ന്. മനസ്സ് സൂക്ഷ്മമാവും തോറും. അതെ, ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു പാർക്കിലത. മുക്തിക്കു കാരണം അതേ ശബ്ദം. ഈ ശബ്ദം തന്നെയാണ് മുക്തിക്കുള്ള കാരണം. ഏത് ശബ്ദം? ഈ വേദം ശബ്ദ സ്വരൂപമാണ് പറഞ്ഞു. അത് എവിടുന്ന് പുറപ്പെട്ടു? പരമാത്മാവിൽ തന്നെ പുറപ്പെട്ടു. ആരാത് പുറപ്പെടുവിച്ചതെന്നാണെങ്കിലോ, തൻ്റെ വ്യക്തിത്വം ധ്യാനത്തിൽ അലിഞ്ഞില്ലാണ്ടായ സമയത്ത്, അഥവാ ആ ഈശ്വരാനുഭൂതിയിൽ തൻ്റെ വ്യക്തിത്വം ഇല്ലാതായി തീർന്ന ആ അവസ്ഥയിൽ ഭഗവാൻ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതാണ് ഋഷിമാർക്ക് ഈ വേദം. സമസ്ത ജ്ഞാനവും അങ്ങനെയാണ്. സയൻറ്റിസ്റ്റുകളുടെ, ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലും അങ്ങനെയാണ്. അവരതിനെക്കുറിച്ച് തല പുകച്ച് ചിന്തിച്ച് അവരുടെ ആ ചിന്തയിൽ ഒരു നിമിഷ നേരം അവരും ചിന്തയില്ലാണ്ടാവും. അവരതിന് ബ്രേക്ക് ത്രൂ എന്നാണ് സയൻറ്റിഫിക് ലാംഗ്വേജിൽ പറയുക. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനഃ. ധ്യാനാവസ്ഥിതമായ ആ മനസ്സല്ല, അതിൽ അലിഞ്ഞുപോയി. ആ അവസ്ഥയിലാണ് യോഗികൾക്ക് ഭഗവത് ദർശനം, സത്യാനുഭൂതി. അവിടെ വെളിപ്പെട്ട വെളിപാടുകളാണ്, റെവലേഷൻസ് എന്നാണ്, റിവീൽഡ് നോളേജ്. അത് മനുഷ്യനിർമ്മിതമല്ല. നമ്മൾ കവിത എഴുതണമായി, സാഹിത്യ പുസ്തകം എഴുതണമായി ഇന്ന് എഴുതല്ല എന്നർത്ഥം. രാവിലെ ഒരു 2 മണിക്കൂർ, പിന്നെ വൈകുന്നേരം 2 മണിക്കൂർ, അങ്ങനെ ഏതെങ്കിലും ശാന്തമായ സ്ഥലത്ത് പോയിരുന്ന് എഴുതലല്ല എന്നർത്ഥം. ബുദ്ധിന്ന് ഓർമ്മിച്ച് എഴുതലല്ല. ഇത് അപൗരുഷേയം. വേദം പുരുഷനാൽ, മനുഷ്യനാൽ എഴുതപ്പെട്ടതല്ല. ഈ നമ്മുടെ വേദം മാത്രമല്ല കേട്ടോ, ഏത് മതഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. ആ മതഗ്രന്ഥങ്ങൾ, അവരുടെ ആധാരികമായിട്ടുള്ള ആ ഗ്രന്ഥം, അത് വാസ്തവത്തിൽ അതാത് കാലഘട്ടത്തിൽ വന്ന പ്രവാചകന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഈ ഒരു അവസ്ഥയിൽ ആ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തതാ.
അതുകൊണ്ട് ആ ശാസ്ത്രമാണ് നമുക്ക് ആ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതിനുള്ള മാർഗം. അതുകൊണ്ട് മുക്തിക്കു കാരണം അതേ ശബ്ദം. ഏത് ശബ്ദം? ഏതൊരു ശബ്ദസ്വരൂപിയായ വാങ്മയിയായ വേദത്തിലാണോ അവിടുന്ന് പ്രതിപാദിക്കപ്പെട്ടുള്ളത്? വേദം, ഉപനിഷത്തുക്കൾ, അതിനെ പ്രതിപാദിക്കുന്ന അപ്പം ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അതും വേദസ്വരൂപനായ ഭഗവാൻ തന്നെ അവതരിച്ച് പറഞ്ഞു തന്നല്ലേ. അനേക ഗീതകളെ പറഞ്ഞല്ലോ. ശ്രീരാമഗീത, ഭഗവത്ഗീത, ഉദ്ധവഗീത, ഇതൊക്കെ ഭഗവാൻ അവതരിച്ച് നേരിട്ട് ഉപദേശിക്കുന്നതാണ് അർത്ഥം. എല്ലാം ആ സത്യസ്വരൂപത്തെ പ്രതിപാദിക്കുക എന്നർത്ഥം. അപ്പോൾ മുക്തിക്കു കാരണം അതേ ശബ്ദം. ഈ ശബ്ദം തന്നെയാണ് ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം. ഇവയെ കൂടാതെ നമുക്ക് വഴിയൊന്നുമില്ല എന്നർത്ഥം. അതിനെന്താ പ്രമാണം? തവ വാക്യങ്ങൾ തന്നെ, അവിടുത്തെ വാക്യങ്ങൾ തന്നെ. വേദൈഹി വേദാന്തകൃത് വേദവിദേവജാഹം. വേദാന്തത്തെ രചിച്ചവൻ ഞാനാന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഋഷിമാർക്ക് വേദത്തെ റിവീൽ ചെയ്തു കൊടുത്തു. അവരല്ല അതിൻ്റെ കർത്താക്കൾ. അതുകൊണ്ട് ഒരു ഋഷി വേദമായിട്ട് റിട്ടൺ ബൈ സോ എന്ന് എഴുതി വെച്ചിട്ടില്ല. നമ്മളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ അയാളുടെ പേര്, അഡ്രസ്സ് ഇതൊക്കെ കൊടുക്കണം. എന്നിട്ട് നന്ദി, പ്രചോദനം തന്നാൾ, പബ്ലിഷ് ചെയ്യാൻ പൈസ സഹായിച്ച ആൾ, അവരൊക്കെ ഫ്രണ്ടിൽ കൊടുക്കണം. അങ്ങനെ ഋഷി ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? ഋഷിയുടെ അല്ലതേ. താനില്ലാണ്ടായപ്പോൾ ഭഗവാൻ തന്നെ ബോധിപ്പിച്ചത്. അത് ഭഗവാന്റെയാ, തൻ്റെ അല്ല. ആ കർത്തൃത്വ ഭാവമേ ഇല്ല എന്നർത്ഥം. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു വേദാന്തകൃത് അഹമേവ. വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടവൻ ഞാൻ, ആ വേദകർത്താവ് ഞാൻ. വേദവിദേവജാഹം, അറിയുന്നവനും ഞാൻ. അതെന്താ? അറിയാൻ നമ്മൾ അജ്ഞാനികൾ വേണ്ടേ? ഭഗവാൻ പറഞ്ഞു നീ എന്നെ അറിയുന്ന സമയത്ത് നീ ഇല്ലല്ലോ. നീ ഇല്ലാണ്ടാവും, ജീവനില്ല. ഡ്രീമർ ബേക്കറെ അറിയാൻ ശ്രമിക്കുന്ന പോലെയാണ് നമ്മളിപ്പോൾ ഈശ്വരനെ അറിയാൻ ശ്രമിക്കണതേ. ഡ്രീമിൽ നിന്ന്, സ്വപ്നത്തിൽ നിന്ന് ആ ജാഗ്രതയിലേക്ക് ഉണർന്നാലല്ലേ ജാഗ്രത അഭിമാനിയായ ബേക്കറെ കാണാൻ പറ്റുള്ളൂ. ഡ്രീമർ ബേക്കറെ കാണുന്ന ആ നിമിഷം ഡ്രീമർ ഉണ്ടാവില്ല. ബേക്കർ അലോൺ റിമെയിൻസ്, അല്ലേ? വേറെ ആരും ബാക്കിയാവില്ല, ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ ഈശ്വരനെ കാണുന്ന ആ നിമിഷം ഭഗവാന്റെ മെക്കാനിസം വളരെ ഗഹമാണ്. നമ്മൾ ഉണ്ടാവില്ല ഇവന്. അതുകൊണ്ട് ഒരാൾ ചോദിച്ചു സ്വാമിജിയോട്, ഗുരുദേവനോട് ഒരിക്കൽ, സ്വാമിജി എന്താ ചോദ്യോത്തര വേളയിൽ, വൈ ഭഗവാൻ ക്രിയേറ്റഡ് സച്ച് എ റച്ചഡ് വേൾഡ്? ഈ എന്തിനാ അങ്ങനത്തെ ഒരു ദുരന്തം? അയാളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടായിരിക്കും, അതുകൊണ്ടാണ് അപ്പോൾ ദൈവത്തെ ആലോചിച്ചതെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണല്ലോ, എല്ലാം നന്നായിട്ട് പോകുമ്പോൾ ദൈവത്തിനെ ആരും ആലോചിക്കില്ലല്ലോ, അങ്ങേരെ ഉപദ്രവിക്കില്ലല്ലോ. കഷ്ടപ്പാട് ക്ലേശങ്ങളൊക്കെ വരുമ്പോൾ എന്തിന് ദൈവം സൃഷ്ടിച്ചു, എന്തിനിങ്ങനെ വന്നു, അതത് ജന്മത്തിലെ കർമ്മം അത് ജന്മം കൊടുക്കണ്ടേ, എന്തിന് ആ ജന്മത്തിലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഈ ജന്മം എനിക്ക് വന്നു, ഇതൊക്കെ ചോദിക്കുക എപ്പോഴാണ് നമ്മളെ? നല്ല ആലോചിച്ച് നോക്കൂ. അല്ലാത്തപ്പോൾ ഒരു ദൈവവും വേണ്ട, കർമ്മവും വേണ്ട, ഒന്നും വേണ്ട. സ്വാമിയോട് ചോദിച്ചു എന്തിനാ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചത്? അപ്പോൾ സ്വാമി പറഞ്ഞു നന്നായി, ഭാഗ്യം. ഇപ്പം ഇതിന് ഞാനല്ല ഉത്തരം പറയേണ്ടതേ, എന്താ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. തൻ്റെ ചോദ്യം ദൈവം എന്തിന് ലോകം സൃഷ്ടിച്ചു എന്നല്ലേ? ഇതിന് ഉത്തരം ശരിക്കും ആർക്കാ പറഞ്ഞുതരാൻ പറ്റുക? സൃഷ്ടിച്ച ദൈവത്തിന്, എനിക്കല്ലോ. പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആ അഭ്യൂഹം അഥവാ അനുമാനമാണ്, ഞാൻ ഗസ് ചെയ്ത് പറയണത് അല്ലേ. എന്നിട്ട് സ്വാമിജി പറഞ്ഞു ഈ ചോദ്യം ഒരു കടലാസിൽ എഴുതി കീശയിലിട്ടോളൂ, എന്നിട്ടോ ട്രൈ ടു മീറ്റ് ഹിം. ആ ഈശ്വരനെ കാണാൻ ശ്രമിക്കുക, അതിനുള്ള വഴി എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. എന്നിട്ട് കണ്ടാലോ പിടിച്ചോളൂ, കോളറിൽ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുക എന്തിനാ ദൈവമേ ഈ ലോകം സൃഷ്ടിച്ചത് എന്നെങ്ങനെയെന്ന്. പക്ഷേ ഭഗവാൻ ക്രിയേറ്റഡ് സച്ച് എ മെക്കാനിസം, ദ മൂമെന്റ് യു മീറ്റ് ഹിം യു വോണ്ട് ബി ദേർ. ഈശ്വരനെ ചോദിക്കാൻ, തുടർന്ന് നിർത്തി ചോദ്യം ചോദിക്കാൻ നീ ഈശ്വരനെ കാണുന്ന നിമിഷം പിന്നെ നീ ഉണ്ടാവില്ല, ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. വേദവിദേവജാഹം, ഭഗവാനെ അറിയുന്നവനും ഭഗവാൻ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുമോ? മനസ്സിലായാൽ നന്നായി, ഇല്ലെങ്കിൽ വിട്ടേക്കൂ. ഇനി എപ്പോഴെങ്കിലും ഒരു യജ്ഞത്തിൽ മനസ്സിലാവും. എല്ലാം ഒറ്റയടിക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഇനിയും കേട്ടുകൊണ്ടിരിക്കുക. ശ്രവണമേവ ശരണം പറഞ്ഞില്ലേ പിതാ. അപ്പം മുക്തിക്കു കാരണം അതേ ശബ്ദമെന്ന് തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായ. എല്ലാത്തിനും പ്രമാണം ഭഗവാനാണ്. നോക്കണം, ഭഗവാൻ എനിക്ക് അങ്ങോട്ട് പോകാനൊക്കെ പേടിയാവണു ഭാഗവതത്തിലേക്കൊക്കെ. ഇത് പറയുമ്പോഴാണ് കൂടുതൽ അതങ്ങോട്ട് എന്താ പറയുക, അങ്ങോട്ട് രസാവുകയും ചെയ്യുക, അതങ്ങോട്ട് ശരിക്കും ഹൃദയത്തിൽ കയറുക. പക്ഷെ അവിടേക്ക് പോയാൽ നമുക്ക് വിസ്താര ഭയത്താൽ ഇങ്ങോട്ട് തന്നെ വരിക എന്നർത്ഥം. ഭാഗവതത്തിൽ ഒരിടത്ത് നാരദ മഹർഷി